എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഷിഹാബിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് സിഖ് മതക്കാരായിട്ടുള്ള ആളുകൾ ഷിഹാബിനെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുന്നുണ്ട്. ഷിഹാബിക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പള്ളിയിൽ റൂമിൽ തന്നെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകിട്ട് നല്ല രാത്രി ഏകദേശം ഒരു 8:30 മണിക്ക് വീണ്ടും യാത്ര തുടങ്ങുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അവിടെ ഒരുപാട് ആളുകൾ എന്ന് പറയാൻ പറ്റില്ല. ആ പള്ളിയിൽ ഒതുങ്ങുന്ന ആളുകൾ ആ ഒരു സമയത്ത് ജുമാക്ക് അവിടെ നിന്നില്ല കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ജനത്തിരക്ക് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ എന്നെ പോലത്തെ കുറച്ച് ബ്ലോഗർമാരും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ പറഞ്ഞു കൂടുതലും അവിടെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെന്ന് പറഞ്ഞത് പുറത്തുനിന്ന് രാജസ്ഥാനിൽ നിന്നൊക്കെ വന്നവരും ബീഹാറിൽ നിന്നൊക്കെ വന്നവർ. അപ്പോൾ ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പള്ളിനോട് ചാരിയിട്ടുള്ള ഒരു റൂമിൽ ഷിഹാബിക്ക് റെസ്റ്റ് എടുക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ 100ാമത്തെ ദിവസം ഷിഹാബ് ഖാൻ്റെ യാത്ര, പഞ്ചാബിൽ 2ാമത്തെ ദിവസം ഷിഹാബ് ഖാൻ്റെ ഹജ്ജ് യാത്ര. ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങുന്നുണ്ട്. രാത്രിയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ജനങ്ങളൊക്കെ ഉള്ള ജനങ്ങളാണെങ്കിലും കൂടിയിട്ട് ചെറിയൊരു തിരക്കുണ്ട്. ആ ഒരു പള്ളിക്ക് പുറത്തായിട്ടുള്ള ഒരു റൂമിൽ ഷിഹാബിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ സന്ദർഭോചിതമായിട്ട് പറയാനുള്ളത് ഇനിയും തുടർന്നുള്ള ഏകദേശം 160 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളാണ്. പള്ളിക്ക് പുറത്തായിട്ട് കുറച്ച് ആളുകൾ ഷിഹാബ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ. അതിനിടയിൽ നമ്മൾ ഒരു ഓട്ടോ കണ്ടു. ഇതൊക്കെ നമ്മൾ ഓരോ ദൃശ്യങ്ങളും കാണുമ്പോൾ നമുക്കിങ്ങനെ അത്ഭുതം തോന്നുമ്പോഴേ, അതായത് 1.5 ലക്ഷം രൂപയാണ് ഈ ഓട്ടോൻ്റെ വില എന്ന് പറഞ്ഞത്. പള്ളിക്ക് പുറത്തായിട്ട് ഷിഹാബ് ഖാനെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ പിന്നെ ഇതിൽ പോകാൻ വേണ്ടി അവിടെ വന്നിട്ട് ആളുകളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോ ആണ്. അതായത് ഇലക്ട്രിക് ഓട്ടോ. ഇതിനൊക്കെ വിജയിക്കാൻ, ഇങ്ങനത്തെ ഓട്ടോകളൊക്കെ വിജയിക്കാനും അതുപോലെ തന്നെ ഈ കുതിരവണ്ടി, കാളവണ്ടി, മറ്റ് പിന്നെ എന്താ പറയുക കഴുതവണ്ടി, ഇതൊക്കെ വിജയിക്കാൻ കാരണം ഇവിടെ നിന്ന് കയറ്റിറക്കങ്ങളില്ല കേട്ടോ. നിരന്ന റോഡായതുകൊണ്ട് നമ്മൾ തമ്പലയിൽ കണ്ടേ എന്താ പറയുക സിഖ് പോലീസിൻ്റെ കൂടെ സിഖുകാരായിട്ടുള്ള 3 ആളുകൾ ഇവിടെ ഷിഹാബ് ഖാനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാന്യ പ്രേക്ഷകർ എന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇത്രയും കാലം ഈ ഒരു 100 ദിവസത്തോളമായിട്ട് ഷിഹാബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ഷിഹാബ് ഖാക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും അതുപോലെ തന്നെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.